ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മേലെ ടേസ്റ്റ് വന്നൊരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ ഒന്ന് ചെയ്യണത്. ഇതിനായിട്ട് 3 ഓറഞ്ചാണ് എടുത്തത്. നല്ലോണം വാഷ് ചെയ്യുക, നല്ലോണം തുടച്ചെടുക്കുക, വെള്ളമൊന്നും മേലെ ഇല്ലാത്ത രീതിയിൽ തുടച്ചെടുക്കുക. പിന്നെ ഷുഗറാണ് ആവശ്യമുള്ളത്. ഷുഗറിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ സ്കിന്നാണ് ആവശ്യമുള്ളത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഷുഗറും സ്കിന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിലൊരു പ്രത്യേക ടെക്സ്ചർ തന്നെ കേക്കിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെത്തേഡ് ആരും സ്കിപ്പ് ചെയ്യരുത്, ഇത് ഇതേപോലെ തന്നെ ചെയ്യണം. ഷുഗറും ഓറഞ്ചിൻ്റെ പീലുള്ള ആ മിക്സിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് പിന്നെ ഒഴിക്കേണ്ടത്. അത് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഷുഗർ മെൽറ്റാവുന്ന വരെ നന്നായി മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ അരിച്ചു വെച്ചത് മൈദ, അതിലേക്ക് ബേക്കിംഗ് പൗഡർ, സോൾട്ട്. ഇത് നല്ലോണം 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഈ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം പതുക്കെ സമയം എടുത്ത് നല്ലോണം എല്ലാ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി അത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ഇതേ മെത്തേഡിൽ ചെയ്തപ്പോഴാണ്. അങ്ങനെ റെഡിയായ ബാറ്റർ നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ട്രേ ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോകാനും നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഓവനിൽ ഒരു 45 മിനിറ്റ് 160 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഓവനില്ലാത്തവർക്ക് നമുക്ക് സ്റ്റൗവിലും വെച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ പീസസാണ് കേട്ടോ. പക്ഷെ അത് നോർമലായിട്ട് അത് ആഡ് ചെയ്യുമ്പം കയ്പ്പ് രസം വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പിൽ കുറച്ച് നേരം നല്ലോണം വേവിച്ചെടുത്തതിൻ്റെ ശേഷമാണ് അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പേ ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ വയ്ക്കാനുള്ളൊരു ഷുഗറിൻ്റെ ക്രീമാണ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഓറഞ്ച് ജ്യൂസിലേക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്യുക. നന്നായിട്ട് ക്രീം രൂപത്തിലാക്കണം. ലൂസാവേണ്ട. ഞാൻ ചെയ്തപ്പോൾ കുറച്ചൊക്കെ ലൂസായി. പിന്നെ ഞാൻ വീണ്ടും ജ്യൂസ് കുറച്ചതിൻ്റെ ശേഷം ഷുഗർ ആഡ് ചെയ്ത് അത് തിക്കാക്കി എടുത്തതാണ് കേട്ടോ. നല്ല തിക്കിലാവണം, നല്ല മേലെ നിൽക്കുള്ളത്. നല്ല തിക്കുള്ള ജ്യൂസ് നമുക്ക് കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. അത് കറക്റ്റ് അത് വീഴില്ല. അപ്പോൾ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ പീസസ് എല്ലാം ഒന്ന് മേലെ നിരത്തി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് ആ ഷുഗർ ഒന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. എന്നിട്ട് നന്നായിട്ടിത് പീസാക്കി കട്ട് ചെയ്തെടുക്കുക. നമുക്കിഷ്ടമുള്ള സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ല, കേക്ക് വളരെ സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.